എവരിവൺ, റോഹാക് ടെക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറിൻ്റെ ഭാഗമായ മുത്തങ്ങയിലെ ഒരു ബസ് സഫാരിയാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ 7 മണിക്കാണ് ഇവിടുത്തെ സഫാരിക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് ക്യൂ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ നേരത്തെ വന്നിട്ടും രണ്ടാമത്തെ ബസ്സിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. നമ്മുടെ കൂടെ ഗൈഡായിട്ടുള്ളത് മടപ്പൻ ചേട്ടനും പിന്നെ ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് സലീമിക്കയുമാണ്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് ഈ സഫാരി. 1 മണിക്കൂറാണ് നമ്മുടെ സഫാരിയുടെ ഡ്യൂറേഷൻ. ഇവിടെ ബസ് സഫാരിയും ജീപ്പ് സഫാരിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീക്കെൻഡ്സ് പോലെ തന്നെ ഇപ്പോൾ വീക്ക് ഡേയ്സിലും നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ കുറച്ച് നേരത്തെ വന്ന് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കണം. ഈ വെക്കേഷനിൽ ഫാമിലിയുമായി വന്ന് കുട്ടികളെ കാട് കാണിക്കാനും കാട്ടിലെ മൃഗങ്ങളെ കാണിക്കാനും ഒക്കെ പറ്റിയൊരു സഫാരിയാണിത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈറ്റും കിട്ടി. നല്ല ദൂരത്താണ്. ഒരു മരത്തിൽ കുറച്ച് വൈറ്റ് റംഡ് വൾച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇവര് ചുട്ടിക്കഴുകെന്ന് പറയും. ആദ്യമൊക്കെ ഇവിടെ ധാരാളമായി കഴുകന്മാരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ IUCN റെഡ് ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ഇവരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺസർവേഷന്റെ ഭാഗമായിട്ട് ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഇവരുടെ പോപ്പുലേഷനിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴുകന്മാരുള്ളത് ഈ മുത്തങ്ങയിലാണ്. എനിക്ക് പേഴ്സണലി ഈ സഫാരി പോകുന്ന വഴിയൊക്കെ നല്ല ഇഷ്ടമായി. 2 സൈഡിലും യൂക്കാലിപ്സ് മരങ്ങളൊക്കെയായി നല്ല ഭംഗിയുള്ള വഴി. ഈ വഴി നിങ്ങൾ മിക്ക വൈറൽ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ യൂക്കാലിപ്സ് മരങ്ങളൊന്നും നമ്മുടെ കാടിനത്ര നല്ലതല്ല. നമ്മുടെ ഈ വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറി ബന്ദിപ്പൂർ, നാഗർഹോളെ, മുതുമലൈ ഫോറസ്റ്റ് ഒക്കെ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് ഇവിടെ ധാരാളം മൃഗങ്ങളുണ്ട്. കടുവയും കരടിയും ആനയും പുലിയും മാനും മയിലും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ലക്ക് പോലെയാവും സഫാരിയിൽ ഇവരുടെ സൈറ്റിംഗ്. ഇനി ഈ വഴിയുടെ 360 ഡിഗ്രി വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ആ മനോഹരമായ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത സൈറ്റും കിട്ടി. ഒരു കൂട്ടം ആനകളാണ്. കാടിനുള്ളിലായതുകൊണ്ട് കറക്റ്റ് എത്ര എണ്ണമുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഈ ആനകൾ ഇത്ര വലിയ ജീവിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ അനങ്ങാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ നമുക്ക് തീരെ തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ആന മാത്രം കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ട് അതിനെ കുറച്ചു നേരം ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ പിന്നിൽ വേറെയും ആനകൾ മൂവ് ചെയ്യുന്നത് കാണാം. ഈ ആനകൾ പുല്ല് പറിച്ചു തിന്നുമ്പോൾ ആ പുല്ല് അവരുടെ മുൻകാലിലടിച്ച് അതിലെന്തെങ്കിലും പ്രാണിയോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് തിന്നുക.
ഇത് കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഈ ആനകൾക്ക് തുമ്പിക്കൈ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അത് ഭക്ഷണം കഴിക്കുന്നതും സ്മെല്ല് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനും ഇതിനെല്ലാം വേണ്ടിയിട്ട് ആനകൾ തുമ്പിക്കൈ ഉപയോഗിക്കാറുണ്ട്. ഈ തുമ്പിക്കൈ ശരിക്കും ഇവരുടെ മൂക്കും മേൽചുണ്ടും ഒരുമിച്ച് നീണ്ട ഒരു മസ്കുലാർ എക്സ്റ്റൻഷനാണ്. 40,000 പരം മസിൽസ് ഉണ്ട് ഇവരുടെ ഈ തുമ്പിക്കൈയിൽ. മാമൽസിൽ തന്നെ ഏറ്റവും അധികം ഡിഫറെന്റ് സ്മെൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് ആനകൾക്കാണുള്ളത്. ആനകൾ പല പല സൗണ്ട് ഉണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഒഡിബിൾ അല്ലാത്ത ഫ്രീക്വൻസിയിൽ ആനകൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പലപ്പോഴും ആനകളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പൂർണ്ണമായി കേൾക്കാനോ കാണാനോ കഴിയില്ല. ചിലപ്പോഴൊക്കെ നല്ല സൗണ്ടിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമുണ്ട്, ശരിക്കും കാട് മുഴുങ്ങണ സൗണ്ടിൽ. അങ്ങനെ ഈ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നിൽ നിന്ന് ഒരു കുട്ടിക്കൊമ്പൻ പതിയെ നടന്ന് മുന്നോട്ട് വരുന്നത് കണ്ടു. പൊതുവെ ഇങ്ങനത്തെ ഹേർഡിലൊക്കെ സാധാരണ കുട്ടിക്കൊമ്പന്മാരാണ് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടെങ്കിൽ അഗ്രസീവായി ചാർജ് ചെയ്യുന്നത്. അത് മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ പതിയെ അവിടെ നിന്ന് വണ്ടിയെടുത്തു. നമ്മുടെ കൂടെ ഇന്ന് ഈ ട്രിപ്പിൽ അധികവും ലേഡീസ് ആയിരുന്നു. അവരും ആവശ്യപ്പെട്ടു വണ്ടി പെട്ടെന്ന് എടുക്കാൻ. ആനകളെയും കണ്ട് സഫാരി മുന്നോട്ട് പോയി. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്, അതായത് ഈ വേനൽ സമയത്ത്. വയനാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മഴ ലഭിക്കുന്നത് കൊണ്ട് നല്ല പച്ചപ്പുണ്ട് ഇവിടെ. ഇത് ഇന്നത്തെ ആദ്യത്തെ പീകോക്ക് സൈറ്റിംഗ് അല്ല കേട്ടോ. ഈ സഫാരിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാം. കുറച്ചു കാലം മുമ്പ് വരെ ഇത്രയധികം മയിലുകൾ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം മൂലം ചൂട് കൂടിയതുകൊണ്ടൊക്കെ ആവാം മയിലുകളുടെ എണ്ണം ഇവിടെ ഇപ്പം വളരെ അധികം കൂടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട്. ഈ സഫാരിയിൽ ഉടനീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ സാധിക്കും. കേരളത്തില് വയനാട് ജില്ല മാത്രമാണ് 2 സംസ്ഥാനങ്ങളായി അതിർത്തി പങ്കിടുന്നത്. മുന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ കർണാടകത്തിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവുമായി മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തെത്തുമെന്നാണ് നമ്മുടെ ഡ്രൈവറായ സലീമിക്ക പറഞ്ഞത്. വീണ്ടും ഒരു ആനയെ കണ്ടു. അതും ഈ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഹനുമാൻ ലങ്കൂറിന്റെ ഗ്രൂപ്പിനെ കണ്ടു. കൂടുതൽ ആക്റ്റീവായിട്ടുള്ളതെല്ലാം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മറ്റു വശത്തായിരുന്നു. പക്ഷെ ഈ ഒരു ലങ്കൂർ മാത്രം വളരെ കാമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടു.
കാടിനുള്ളിലെ സഫാരിയൊക്കെ കഴിഞ്ഞ് മൈസൂർ ബത്തേരി റോഡിലൂടെ സഫാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചെത്തുന്നതിന്റെ തൊട്ടു മുൻപായി റോഡ് സൈഡിൽ തന്നെ നമുക്ക് കിട്ടിയൊരു സൈറ്റിംഗ് ആണിത്. 10ഓളം ആനകളുണ്ട് ഇവിടെ. അത് 2 ഗ്രൂപ്പാണോ എന്ന് അറിയില്ല. പല സ്ഥലങ്ങളിലായിട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇവരെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ട്രാഫിക് ഉള്ള സമയമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുമായിരിക്കും. സഫാരി തുടങ്ങി തുടക്കത്തിലുള്ള കുറച്ച് വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതായത് ഈ സഫാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ എലിഫന്റ് ക്യാമ്പിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരുപാട് എലിഫന്റ്സിനെ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഏറ്റവും ബാക്ക് റോയിലെ നടുവിലെ സീറ്റായിരുന്നു. എല്ലാവരും ഈ ആനകളെ കാണാൻ വേണ്ടി വിൻഡോയിലൂടെ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു കാരണവശാലും വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു വിൻഡോ സീറ്റ് ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയാൽ തന്നെ ഈ ബസ് ഒരു ഫോട്ടോഗ്രാഫി ഫ്രണ്ട്ലി അല്ല. ഫോറസ്റ്റിനെ കാണാനും അനിമൽസിനെ കാണാനും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഫോട്ടോഗ്രാഫി പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും കണ്ടാൽ എടുക്കാമെന്ന് മാത്രം. നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി നല്ലത് ജീപ്പ് സഫാരിയാണ്. ഞങ്ങൾക്ക് ഇത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഈ വണ്ടിയിലുള്ള 2 സ്റ്റാഫും നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ടാണ്. അവർക്കൊരു ബിഗ് താങ്ക്സ്. ഈ മുന്നിലുണ്ടായിരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ 3 കുട്ടിയാനകളെ കണ്ടു. അതിൽ 2 എണ്ണം തീരെ ചെറുതാണ്. അവരങ്ങനെ അമ്മയാനയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതേയില്ല. കുട്ടികളൊക്കെയായി വെക്കേഷന് വരുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം സെക്യൂർ ആയിട്ട് കുട്ടികൾക്ക് വൈൽഡ് ആനിമൽസിനെ അവരുടെ ഹാബിറ്റാറ്റിൽ കാണാൻ സാധിക്കും. മാത്രമല്ല കാടിനെ പറ്റിയും ചെറിയ രീതിക്കുള്ള അറിവും കിട്ടും. ആ ആനയുടെ കാലിന്റെ മറവിൽ ഒരാൾ ഒളിച്ചു നിൽക്കുന്നത് കണ്ടോ? ആ ആന അവിടെ നിന്ന് പതുക്കെ മാറുമ്പോൾ അതിനെ ശരിക്കും കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയില്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയാന അവിടെ നിൽക്കുന്നത് പോലും തിരിച്ചറിയില്ല. അത്രയ്ക്കേ ഉള്ളൂ അതിന്റെ വലിപ്പം. ഈ ആന തന്റെ ശരീരം ആ മരത്തിന്റെ മുകളിൽ ഉരയ്ക്കുന്നത് കണ്ടില്ലേ? ആനകൾ ഇങ്ങനെ ദേഹത്തൊക്കെ മണ്ണ് വാരിയിട്ടതിനു ശേഷം ആ മണ്ണ് കളയുന്നതിനായിട്ടും ശരീരത്തിലുള്ള പ്രാണികളെ അകറ്റുന്നതിനായിട്ടും തന്റെ ശരീരം മരത്തിൽ ഉരയ്ക്കാറുണ്ട്. നമ്മൾ കാട്ടിലൂടെയൊക്കെ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ആനയോ അല്ലെങ്കിൽ ആനക്കൂട്ടം പോയ വഴികളിലൊക്കെ മരങ്ങളിൽ ഇങ്ങനെ ആന ഉരച്ചതിന്റെ പാട് കാണാൻ സാധിക്കും.
ചെറിയൊരു ആനക്കുട്ടിയാണ്. കുറച്ചു നേരം മാത്രമാണ് ഇതിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ബസ്സിലായതുകൊണ്ട് ആനകൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടിയാന ശരിക്കും വളരെ ഷൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ തൊട്ടു മുന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു കുട്ടിയാന വലിയൊരു കൊമ്പനെ ഓടിക്കുന്നത് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ആനകളോടൊക്കെ ബൈ പറഞ്ഞ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ വയനാട്ടിലെ മുത്തങ്ങയും തോൽപ്പെട്ടിയും ഒക്കെ സൈറ്റിംഗ് കുറവായിട്ടുള്ള സഫാരി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ സഫാരിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് സൈറ്റിംഗ് ഉണ്ടായിരുന്നു. കൂടുതൽ ആനകളായിരുന്നു. അങ്ങനെ നമ്മുടെ സഫാരി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.